പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെയും സങ്കീർത്തനങ്ങൾ 12:1 സങ്കീർത്തനക്കാരനായ ദാവീദ് വളരെ സങ്കടത്തോടെ ദൈവത്തോട് വണ്ണം പറയുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് ഈ വണ്ണം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ നാം വളരെയധികമായി ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടുന്ന കാര്യമാണത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് വളരെ സങ്കടത്തോടെ അന്നത്തെ ഭക്തന്മാരുടെയും വിശ്വസ്തന്മാരുടെയും നിലവാരങ്ങളെ കണ്ടിട്ട് തനിക്കത് സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ദൈവത്തോടെ കാര്യം തുറന്നു പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരും ദൈവത്തിൻ്റെ വിശ്വസ്തന്മാരും കുറഞ്ഞു പോകുവാൻ കാരണമുണ്ടായെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്ര അധികമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുവാൻ കഴിയുന്നില്ലേ? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരും വിശ്വസ്തന്മാരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ കാരണമെന്ന് അതിൻ്റെ 2-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അതിരത്തോടും മനസ്സോടും കൂടെ സംസാരിക്കുന്നു എന്ന് അവിടെ ഈ വണ്ണം കാണപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരം സ്വഭാവമുള്ളവർ എല്ലാ മേഖലകളിലും കാണപ്പെടുന്നില്ലേ? ദൈവം മനുഷ്യരെ നേരുള്ളവരായി ജീവിക്കുവാനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിലും പലരുടെയും സ്വഭാവങ്ങളെ വിലയിരുത്തി നോക്കിയാൽ കാപട്യവും വഞ്ചനയും ചതിയും പകയും വിദ്വേഷവും അസൂയയും ഉള്ളവരായി കാണപ്പെടുന്നില്ലേ? ഇനി സങ്കീർത്തനം 12:3 വാക്യത്തിൽ പറയുന്നത് കേൾക്കാം. കപടമുള്ള ആദരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും ദൈവം ഛേദിച്ചു കളയുമെന്ന് ദൈവഭക്തൻ ഇവണ്ണം പറയുകയാണ്. ഏതെല്ലാം തരത്തിലാണ് ഒരുവൻ മറ്റൊരുവനെ വീഴ്ത്തുവാൻ തങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യപ്പെടുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, നാം ആരു തന്നെയായാലും നേരം വണ്ണം ജീവിച്ചാൽ മാത്രമേ ദൈവം നമ്മൾ പ്രസാദിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വിടേണ്ടതൊക്കെയും വിട്ട് ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.